ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാണ്ട് വരും, പുറത്ത് നിന്നിട്ടുണ്ട്, നേരെ വൈകി ക്ലാസ് കയറും, പൊളി പറിക്കാൻ പോവും. ഒരുപാട് ഓർമ്മകൾ. ടീച്ചറേ എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവമേ, ഇപ്പൊ സാമ്പാറാണോ? ഞങ്ങൾ എത്ര ചെറുപാറിന്റെ കഞ്ഞി കൊടുത്തുന്നതാ. എത്രയോ ചീത്ത കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥന ഒക്കെ പാടാറുള്ളത്. ഇവിടെ 7, 5, 4 ഇങ്ങനത്തെ ഇങ്ങനെയല്ലേ പോയത് ഗൈസ്? അവിടെ കേട്ടോ 4, 5, 6, 7 ഇങ്ങനെയാട്ടോ പോയേ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങോട്ടാണെന്ന് അറിയാൻ പോകുന്നത്? എൻ്റെ UP സ്കൂളിലേക്ക്. ഈ കാണുന്നതാണ് സൈമ ലൈബ്രറി. ഞങ്ങൾക്ക് വേണ്ട എല്ലാ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് നേരെ പോയാലോ? സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് എനിക്ക് ഒരാളെയും കൂടെ കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. എൻ്റെ ഒരു ചമ്മലുണ്ടായിരുന്നു, അതങ്ങ് മാറി കിട്ടി. നേരെ ഞങ്ങൾ രണ്ടാളും കൂടെ നേരെ സ്കൂളിലേക്ക് നടന്നു. ഇതാണ് എൻ്റെ സൂരജ് കുഞ്ഞനി. ഹായ്. ഞങ്ങളെ നാട്ടിലെ ഭാഷയാണ് ഗൈസ്. കണ്ടിക്കില്ല, നിങ്ങൾ കേട്ടിക്കില്ല. ഇതാണ് ഞങ്ങളെ ലാംഗ്വേജ്. നമുക്ക് നോക്കാം. ഈ വഴിക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലേ. നമ്മുടെ സ്കൂള് ഇതാണ് ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂൾ. എൻ്റെ LP സ്കൂള്. LP എൻ്റെ UP കേട്ടോ. യൂണിഫോം ഒക്കെ മാറിട്ടോ. ഇതായിരുന്നു ഞങ്ങളെ 7ാം ക്ലാസ്. ഞങ്ങൾ വലിയ കുട്ടികളായത് 7ാം ക്ലാസ്. ഇവിടുന്ന് പിന്നെ ലാസ്റ്റ് ക്ലാസ്. പിന്നെ ഇത് ഞങ്ങൾ 5ാം ക്ലാസ്. ഇത് മാറിയിട്ടൊന്നുമില്ലല്ലേ ക്ലാസ്? 7, 5, 4 ഇങ്ങനത്തെ ഇങ്ങനെയല്ലേ പോയത് ഗൈസ്? അവിടെ കേട്ടോ 4, 5, 6, 7 ഇങ്ങനെയാട്ടോ പോയേ. ഇവിടെയൊക്കെ കടപ്പെട്ടിട്ട് ഇങ്ങനെ നല്ലായിരുന്നു. ഫുള്ള് ചളി പിഴി. മഴക്കാലത്ത് ഫുള്ള് ഈ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഉറ പൊട്ടുമായിരുന്നേ. ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം അതൊക്കെ വന്നു. പക്ഷെ ഇന്ത്യയുടെ ചിത്രമൊക്കെ അന്നും ഉണ്ടായിരുന്നു, കേരളമൊക്കെ അന്നും ഉണ്ടായിരുന്നു. വാ, ഒരുത്തന്നെ മലയിൽ കയറുന്ന. ഒന്നര നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? ചേച്ചിതാണപ്പോൾ നമ്മൾ വേറൊരു വഴി, വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. ഞങ്ങളെ ഓഫീസ് റൂം എത്രയോ ചീത്ത കേട്ടിട്ടുണ്ട് ചേച്ചി. ഇവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥന ഒക്കെ പാടാറുള്ളത്. ഇവിടെ തന്നെ ഇപ്പോഴും ഓഫീസ് അറിയില്ല. ടീച്ചർമാരെല്ലാവരും മാറിയില്ലേ? ഇത് സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയില്ലേ? ആരും അറിയുന്ന ആരും ഇല്ലല്ലോ. ശബ്ദ ടീച്ചറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഈ വഴികളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് ആയിട്ട് ഓടിയിട്ട്. ഇത് പൊളിച്ചില്ലേ? ഇത് ഞങ്ങളെ ഫസ്റ്റത്തെ. ഇത് 1ാം ക്ലാസ് ആയിരുന്നു അല്ലേ? നഴ്സറി. അയ്യോ, ഇവിടെയൊക്കെ മാറി. ഞങ്ങളെ കിണറ് ഇവിടെ ഞങ്ങളെ ഗൈസ്. ഞങ്ങളെ കഞ്ഞിപ്പുര. ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ചേച്ചിമാർ തന്നെയാട്ടോ ഇപ്പോഴും ഉള്ളത്. നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം. എന്നെ ഓർമ്മയുണ്ടാവുമെന്നും പറയാൻ പറ്റില്ലല്ലോ, ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പോയി സംസാരിച്ച് നോക്കാം. ശരിക്കും ഈ കഞ്ഞിപ്പുര ഈ ഒരു ഭാഗം മാത്രമല്ല, കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുതിയ ബിൽഡിംഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ എടുത്തു കളഞ്ഞു. ഓടുകളൊക്കെ അത് ഇറക്കിയിട്ടുണ്ട്. ചോറ് വേണമെന്നോ? ചോറ് വേണ്ട. എന്നെ ഓർമ്മ ഉണ്ടാ? ശ്രുതിയേനു, ശ്രുതി മാമൻ്റെ ഉള്ള. അപ്പം എന്താ ചെയ്യുന്നേ? കുട്ടിണ്ടാ? അടിപൊളി. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് എന്നെ അറിയത്ത് പോലുമില്ല. എനിക്കാണെങ്കിൽ അത്ര പോലും അവരെ പരിചയമില്ല. പക്ഷെ ഒരാളെ മാത്രം എനിക്ക് നല്ല പരിചയമുണ്ട്, ഷംജ ടീച്ചർ മിക്കവാറും എന്നെ തേടി വരുന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് നേരം ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ പറഞ്ഞു, എനിക്ക് പോകണം ചേച്ചി, അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവൻ പോയി. ഇത് ഇപ്പം സാമ്പാറാക്കിയോ? ദൈവമേ, ഇപ്പൊ സാമ്പാറാണോ? ഞങ്ങൾ എത്ര ചെറുപാറിന്റെ കഞ്ഞി കൊടുത്തുന്നതാ. നല്ല ചോറ്. അന്ന് ഇങ്ങനെ എല്ലാവരും ചോറ് കുറച്ചുകൂടെ കട്ടയായിരുന്നു. അല്ല, കുറച്ചുകൂടി വേവ് ഉണ്ടാവും ചെറുപയർ കൂട്ടി കഴിക്കാൻ. അരിക്ക് മാറ്റണ്ടല്ലേ? അന്ന് കുറച്ചുകൂടി പശർമുള്ള അരി. അയ്യോ, ഒന്നും വേണ്ട, കഴിക്കണ്ട. വേണ്ട പോട്ടെ. അപ്പൊ പണ്ടത്തെ ഞങ്ങളെ ചേച്ചിനെ കണ്ടു. കഞ്ഞി വെച്ച ചേച്ചി. കൊല്ലായില്ലേ?
ഞങ്ങളെ 42 അല്ല, ഞങ്ങൾക്ക് ചോറ് വെച്ച് വിളമ്പി ഞങ്ങളെ വളർത്തിന്ന് വേണം പറയാൻ. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാണ്. ഇവിടെ 4ാം ക്ലാസ് ആയിരുന്നില്ലേ? ഇവിടെ 4ാം ക്ലാസ് ആയിരുന്നില്ലേ? 4ഓ 3ഓ 2ാം ക്ലാസ്സോ അല്ലേ? 2ഓ 3ഓ 3ാം ക്ലാസ് ആയിരുന്നു തോന്നുന്നു. ഞാൻ ജയിച്ച് വന്നിട്ട് ഇവിടെ ഓർമ്മ ഉണ്ട് എനിക്ക്. കഞ്ഞിപ്പറിക്ക് അന്ന് മാറ്റില്ല, ഇന്ന് മാറ്റില്ല. ഷംജ ടീച്ചർ അതാ വരുന്ന ടീച്ചറേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കോടതി പോയതാ, ഒപ്പിടാണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു എൻ്റെ പഴയ ടീച്ചറായിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ വഴിയൊക്കെ ഇപ്പോഴും കൂട്ടി മുട്ടും ഞങ്ങളോട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും, ഓടി കൂട്ടി മുട്ടും. ഈ കിണറിക്ക് മറക്കാൻ പറ്റില്ല. ഇതിൽ എലിയുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ട് എനിക്ക് ടീച്ചറോട് നല്ലോണം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ആരും സ്കൂളിൽ ആരും കഞ്ഞി കുടിച്ചില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇപ്പോഴും സ്കൂളിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പോവാം. ഞാൻ പുതിയ ടീച്ചർ. ടീച്ചർമാരൊക്കെ പരിചയപ്പെട്ടു. അപ്പം അധികം നേരം കുമ്പിട്ടിപ്പിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ വിട്ടു. ഇപ്പോൾ ഓഫീസ് റൂം ഇവിടെ നിന്നായിരുന്നു ഗൈസ്. ഞാൻ പ്രാർത്ഥനയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ടീച്ചർമാർ അവിടെയൊക്കെ ഉണ്ട്. കുട്ടികളിതാ കളിക്കുന്ന പറഞ്ഞാലെനിക്ക് തീരില്ല, അത്രയും വിശേഷങ്ങളുണ്ട്. ഇവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് മതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പകരം ഇവിടെ വേലിയായിരുന്നു. ചെമ്പരത്തിനെ കൊണ്ടും കമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വേലിയായിരുന്നു. നേരെ ഓപ്പോസിറ്റ്, അതായത് അവിടെ മഠമായിരുന്നു. നവമി സമയം ആയാലും 10 ദിവസം നമുക്ക് അവിടെ തന്നെയാണ് ഫുഡ്. നേരെ നമ്മൾ അങ്ങോട്ടേക്ക് ഓടുമായിരുന്നു. വേലിയൊന്നും ഒരു കാര്യമാക്കത്തേ ഇല്ല. കറക്റ്റ് പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മരമൊക്കെ പുതിയതാട്ടോ, അധികം പ്രായമൊന്നും ആയിട്ടില്ല. വേലി വരുമ്പോഴത്തേക്ക് ഒരുപാട് ചെടി കുഴിച്ചിടുമായിരുന്നേ. എത്രയോ പുറത്ത് നേരം വൈകി വന്നിട്ട് എത്രയോ തവണ പുറത്ത് നിന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ വരി നിൽക്കും ഞാൻ. ചെരുപ്പൊന്നും ഞാൻ പണ്ട് ഞങ്ങൾ ആരും പുറത്തയച്ചൊക്കെയില്ല. ഷെൽന, എന്താ പേരെന്താ? അൻഫ, എന്താ പേര്? അല്ലൊക്കെ പോയിണ്ടല്ലോ. ആ ചാച്ചാ. ഓ ആ ചാച്ചാ 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 അല്ല. ബൈ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം സ്കൂളിൽ നിന്ന് ഞാൻ ഇറങ്ങി ഒരുപാട് കുട്ടികളോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പറയാനില്ല, കുട്ടികളോട് ഹായ് പറഞ്ഞു. പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാണ്ട് വരും, പുറത്ത് നിന്നിട്ടുണ്ട്, നേരം വൈകി ക്ലാസ് കയറും, പൊടി പറിക്കാൻ പോവും. ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ഹൈസ്കൂളിലേക്കാണ്. ഹൈസ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അതായത് പുൽക്കാവ് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പം അതിൻ്റെ മുന്നിൽ ഭാഗം കാണിച്ചു തരാം. ഇതാണ് പുൽക്കാവ്. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതായിട്ട് നേരെ നമുക്ക് മുന്നോട്ട് പോകാം. ട്രെയിൻ പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടിട്ടാണ് വളർന്നത്. കണ്ടോ, ഈ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്ത് വേണം പോവാൻ. ആ കാണുന്ന ആൽത്തറുണ്ടല്ലോ, അതാണ് നമ്മുടെ എന്താ പറയുക, ഫുൾ വായി നോക്കി ചെക്കന്മാരെ ആൽത്തറ. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് കാണുന്നത് നമ്മൾ അമ്പലമാണ്. കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ പുൽക്കാവിൻ്റെ മുന്നിലെത്തി. ഞാൻ ഗൈസ് പുൽക്കാവ് അമ്പലം. ഞാൻ എവിടെ ചെന്നാലും അമ്പലം ഉണ്ടാകും. അമ്പലം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതൊരു വല്ലാത്തൊരു കഴിവാണല്ലേ. നമ്മൾ അമ്പലക്കുളം കാണിച്ചു തരാം. അമ്പലക്കുളം നമ്മുടെ പുൽക്കാവ് അമ്പലം. ഇത് ഞങ്ങളെ കുളം, പുൽക്കാവിലെ കുളം. ഇത് ഇവിടെ കുളിക്കാൻ എല്ലാവരും വരും, അലക്കാൻ. അവിടെ നിന്ന് ചെറിയ രീതിയിൽ അലക്കൂട്ടോ, വലിയ രീതിയിൽ അലക്കൂല. അമ്പലക്കുളം ആയതുകൊണ്ട് കുളിക്കാൻ മാത്രം കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അടിപൊളി കുളം, നല്ല വൃത്തിയുള്ള കുളമാണ് കേട്ടോ. ഞാൻ പണ്ടെപ്പോൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. കുളത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഭയങ്കര അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം ചാടി വരുന്നത് കാണാൻ പറ്റും. കാരണം ഇവിടെ പണ്ടൊക്കെ ഭയങ്കര വയൽ പ്രദേശമായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ വായി നോക്കിയുടെ സ്ഥിരം ആൽത്തറ അതാണേ. പിന്നെ നമ്മുടെ ഈ മുറ്റത്താണ് ഞാൻ
വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ പഠനകാലം മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. അതായത് ആ പോണ വഴി, ഈ റോഡ് പോണ വഴി നേരെ സ്കൂളിലേക്കാണ്. കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ. ക്ഷേത്ര പ്രകാര പരിധിയിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. വല്ലായ്മ എന്നിവ ക്ഷേത്ര പരിധി പ്രവേശിക്കരുത്. കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ സ്കൂളിൻ്റെ മുന്നിലേക്ക് പോകാവേ. ഇതാണ് മെയിനായിട്ടുള്ള പുലിക്കാവിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗം. ഇത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു അമ്പലമുണ്ട്. ഇതിൻ്റെ തൊട്ട ബാക്കിയിട്ട് കാവിലേക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം. കാവിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പോൾ ഉച്ച സമയമാണ്. നമുക്ക് സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. നമ്മളെ സ്കൂളിൻ്റെ മുന്നിലെത്തി. എൻ്റെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുന്നിൽ ആ കാണുന്ന മരം കണ്ടോ, അതിൻ്റെ അടുത്ത് കൂടിയാണ് കാവിലേക്ക് പോകുന്ന വഴിയുള്ളത് കേട്ടോ. ഞാനിങ്ങനെ കാണിച്ചു തരാം. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, എൻ്റെ മെമ്മറീസ് ആകെ ബാക്ക്. ഈശ്വര, എൻ്റെ ലൈഫ് ഓർമ്മ വരുമ്പോൾ ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാത്ത വഴി. നമുക്ക് നോക്കാം. ഉള്ളോട്ട് കിടന്നാൽ ഭയങ്കര സീനാണ്. കാരണം ഹൈസ്കൂൾ ആയതുകൊണ്ട് പല ടീച്ചർമാർ ഇപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക് പുറത്തൊന്ന് കിടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഭയങ്കര ചമ്മലാണ് ഉള്ളോട്ട് കയറാൻ. കയറി നോക്കാം. ദൈവമേ, എൻ്റെ അമ്മ, ഇവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഗൈസ്. അത് മൊത്തത്തിൽ അവർ പൊളിച്ച് മാറ്റി. ഇതാണ് എൻ്റെ പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇവിടുത്തെ ഗേറ്റുകൾക്ക് മാറ്റമില്ല. ഇവിടുത്തെ പല ബിൽഡിങ്ങുകൾക്കും മാറ്റമില്ല. ആദ്യം ഉണ്ടായിരുന്ന ഓഫീസ് റൂം മാറ്റി. ഒന്നും പറയാൻ വയ്യ ഗൈസ്. എൻ്റെ ജീവിതം എൻ്റെ ലൈഫാണ് ഇവിടെ. എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ ക്രഷ്, എൻ്റെ ടീച്ചർമാർ, എൻ്റെ പാട്ട്, എൻ്റെ ഡാൻസ്, എൻ്റെ ദൈവമേ, ഓർമ്മിക്കാൻ എന്തോരം ഓർമ്മകളാണ്. ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെയാണ് കേട്ടോ. അവിടെ ഭയങ്കര സീനിയേഴ്സ് ആയിരുന്നു. ഭയങ്കര വശമുള്ള സീനിയേഴ്സ് ആയിരുന്നേ. പിന്നെ ക്ലാസ്സുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ലൈബ്രറിക്ക് മാറ്റമൊന്നുമില്ല. അവിടെ കിണർ, വലിയൊരു മരം, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ഈ തൂണുകൾക്ക് മാറ്റമില്ല. ഈ ബിൽഡിങ്ങിന് ഒരുപാട് മാറ്റമുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഭാഗത്ത് കൈ കഴുകുന്ന ഏരിയ ഉണ്ടായിരുന്നു. ഈ കൈ കഴുകുന്ന ഏരിയ മുഴുവൻ അവർ പൊളിച്ച് തിണ്ട് പോലെ ആക്കി. എൻ്റെ പൊന്നോ. പിന്നെ പാർക്കിങ്ങൊക്കെ ഇങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പണ്ടുണ്ടായ ആ വലിയ മരം അതും ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരുപാട് വർഷം പഴക്കമുണ്ട് അതിന്. കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ക്ലാസ് റൂമാണിത്. 10th കുട്ടികളുടെതാണ്. ഇത് മുഴുവൻ ഓഫീസ് റൂമാണ് കേട്ടോ. ടീച്ചേഴ്സിൻ്റെ റൂംസാണ്. ചുമ്മാ ഇങ്ങോട്ട് പോയി നോക്കാം. ഉണ്ടായിരുന്നു ക്യാൻറ്റീൻ. അങ്ങോട്ടേക്കാണ് ക്യാൻറ്റീൻ. അവിടെ ചുമ്മാ പോയി നോക്കാം. ആരും കാണാതിരുന്നാൽ മതി. പുളിമരത്തിന് എന്നേക്കാൾ പ്രായമുണ്ട് ഗൈസ്. ഇതിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ കൂട്ടി യോജിപ്പിച്ച് അവരെല്ലാം ക്ലാസ് മുറിയാക്കി. കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഈ വഴി എൻ്റെ ദൈവമേ, എൻ്റെ സ്മെല്ലാം മാറിപ്പോയല്ലോ. ഈ വഴിയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് ഗൈസ്. കണ്ടോ, ഇവിടെ ക്ലാസ് ഈ പോണിപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടേക്കായിട്ട് NCC പിള്ളേരെ കാണുന്നുണ്ട്. ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് NCCയുടെ എല്ലാ ഡ്രസ്സും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരേഡ് നടത്തുന്നൊരു ഗ്രൗണ്ടും കൂടിയാണ് കേട്ടോ. ഈ നടന്നിങ്ങനെ പോകുന്ന വഴികളൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബിൽഡിങ് വന്ന്. ക്യാൻറ്റീൻ അവിടെ തന്നെ. എൻ്റെ ഈ കാടിൻ്റെ മണമെല്ലാം എൻ്റെ ഓർമ്മകളാണ്. ഇങ്ങനെ ഈ വള്ളിപ്പടർപ്പുകളൊക്കെ എൻ്റെ ഭയങ്കര ഓർമ്മകളാണ്. ഈ മണമായിരുന്നു ഞങ്ങളെ ക്ലാസ് റൂമിലേക്ക് ഉണ്ടാവുക. ഇതിൻ്റെ നേരെ ബാക്കിൽ ഞങ്ങളെ പുലിക്കാവിൻ്റെ 2ാമത്തെ അമ്പലമാണ്. കാവാണ്. ഫുൾ കാവാണ്. ഇത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈ കഴുകാനുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. നമുക്ക് അവിടെ കുറച്ചുകൂടി 7ാം ക്ലാസ് 8, 9 ആയിരുന്നു അവിടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നേ. ഓക്കെ, ഇവിടെ ഒന്നും മാറ്റമില്ല. ടീച്ചർമാരൊക്കെ മാറിയിട്ടുണ്ട്. സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ല, എന്നെ അറിയില്ലല്ലോ അവർക്ക്. ടീച്ചർമാരുണ്ട് അവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് IT ക്ലാസ് ആയിരുന്നു, കമ്പ്യൂട്ടർ ക്ലാസ് ആയിരുന്നു, എക്സാമൊക്കെ നടത്തിയിരുന്ന ഹോളൊക്കെ ആയിരുന്നു.
പിന്നെ ഇത് നമ്മളെ ദൈവമേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്ക് സെൻട്രൽ ഇവിടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി വൈഡായി ക്ലാസ് റൂമായിട്ട് തിരിച്ച് നമുക്ക് പോവാം. ഇതൊക്കെ ഞാൻ ഓടി നടന്ന സ്ഥലമാണ് ഗൈസ്. ഈ വരാന്തൊക്കെ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് ഞാൻ അത്ര അവിടെ പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ UP സ്കൂളും LP സ്കൂളും ചെങ്കോട്ട സ്കൂളായിരുന്നല്ലോ. പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ പുൽക്കാവിലേക്ക് പോന്നു. ഇവിടുത്തെ യൂണിഫോം കുട്ടികൾ യൂണിഫോമൊക്കെ ഒരുപാട് മാറി. NCC പിള്ളേരെ ഡ്രസ്സിട്ട് നടക്കുന്നു. എന്തെന്നറിയില്ല. ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാറുള്ളത്. പക്ഷെ അവർ ഉച്ചയ്ക്ക് നിൽക്കുന്നുണ്ട്. മേ ബി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവാം. ഇനിയിപ്പോൾ ഞാൻ കാവിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. യൂണിഫോം എനിക്ക് പഠിക്കുന്ന സമയത്ത് നീലയും വൈറ്റും ആയിരുന്നു. ഇത് മാറ്റമുണ്ട്. സ്കൂളിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സൈഡിൽ കൂടിയാണ് പുൽക്കാവിൻ്റെ കാവിലേക്കുള്ള വഴി. അതായത് നേരെ മുമ്പിൽ കണ്ട അമ്പലത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ദേവിയുടെ സിസ്റ്ററാണ് ഇവിടെ വരുന്നത്. അപ്പം രണ്ടും ഭഗവതിയുടെ രൂപങ്ങളാണ്. കണ്ടോ ഈ ഗ്രൗണ്ട് മക്കളോട് കളിക്കുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ ഒരുപാട് ഉച്ച സമയത്തൊക്കെ ഞാൻ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി ഇരിക്കാറുണ്ട്. നേരെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ദുർഗയായിട്ടാണ് അമ്മ ഉള്ളത്. ഇതാണ് ഞങ്ങൾ ഇതിനുള്ളിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിനിരിക്കുമായിരുന്നേ. മലയാളം ടീച്ചർ ഞങ്ങൾ നേരെ ഉള്ളോട്ട് അതാ അവിടെയൊക്കെ നമ്മൾ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വന്നപ്പം മനസ്സിന് വല്ലാത്തൊരു ഫീല്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് തോന്നുന്നത്. രാവിലെ കുറച്ച് നേരത്തെയാണ് ക്ലാസ്സിലെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഓടുമായിരുന്നു. തൊഴുതിട്ട് നേരെ ക്ലാസ് റൂമിൽ വരും. അതൊരു പ്രത്യേക വൈബായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ്. കാരണം കാവും കുളമൊക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ലേ. നേരെ പുറകെ നമുക്ക് സ്കൂൾ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കണ്ട ബാക്കിൽ കാവ്. ഇപ്പോൾ ഒന്നും പോകാൻ പറ്റില്ല, ഉച്ചക്കാകുമ്പോൾ അവിടെ അടക്കില്ല. രാവിലെയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും. അപ്പം പോകണമായിരുന്നു. കണ്ട മഞ്ചാടിക്കുരൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഇവിടുന്ന് മഞ്ചാടിക്കുരൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നേ. കാണുന്നുണ്ടോ? മഞ്ചാടിക്കുരൊക്കെ പോയിട്ടുണ്ട്. ചൂടവിടെ വന്നെടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ടീച്ചേഴ്സ് ഒക്കെ മാറിപ്പോയി, ബിൽഡിങ്ങുകൾ മാറി. ഓർമ്മിക്കാൻ ആരും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മകൾ ഞാൻ പങ്കുവെച്ചേനെ. കുട്ടികളെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് അധികമൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് അതിൻ്റെതായ ചമ്മലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിനൊന്നുമില്ല. മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. സൈനിങ് ഓഫ്.